അച്ഛാ ആ ക്ലബിന്റെ പൂക്കള മത്സരമുണ്ട്, ഞാനൊന്ന് പോയി കണ്ടു വരട്ടെ. ഇന്ന് ഇങ്ങോട്ട് വാ. ഏ മരുന്നൊന്നും അടിക്ക്, കുറച്ച് വളമായി വരാണ്. ഏമാ വേം പോയി തരാം. അച്ഛൻ അതിനോട് പോവുക. ഞാനേ ചിറാപ്പുഞ്ചിയിൽ മഴ കാണാൻ പോവുക. കുറച്ച് വളം വാങ്ങി വരാണ്ട്. എനിക്ക് പോവാ. പാമ്പൊന്നും ഇല്ലായില്ലേ? അന്നേക്കാൾ വലിയ പാമ്പ് ഈ നാട്ടിൽ വേറെ ഉണ്ടോ? രമേശനതാ. രമേശാ, ആ ഇതെന്താ പരിപാടി? ഇതേ മരുന്നടിക്കാ. ഈ ക്ലബിലേക്ക് പൂക്കള മത്സരം കാണാൻ വരുന്നില്ലേ? അച്ഛനെ വളം വാങ്ങാൻ പോയതാ. 10 വരൂ, ഞാനത് കഴിഞ്ഞിട്ട് വരാം, നിങ്ങൾ പോയിക്കോ. എന്നാലേ ഞങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ. ഓ ഇനി അത് അവിടെ എത്തിട്ട് വന്നോട്ടോ, പുറത്തുള്ള ആ ആ കാലൊന്നും തരക്കേടില്ല. കാലത്തിനനുസരിച്ച് നാട്ടുകാരും നന്നായാ മതിയും. അങ്ങോട്ടൊക്കെ വായ കണ്ടില്ലേ? അല്ല കൊല, വായിക്ക് താങ്ങാൻ പറ്റിയ കൊലയൊന്നുമല്ല. കാലിലെ തൊട്ടാവാടി മുള്ളു തൊട്ടിട്ട് ഇവളെ തേനാറണ്ടി രമേശന്റെ അടയ്ക്കുള്ള എളുപ്പം ചെയ്താ. രമേശന്റെ അവിടേക്ക് പോണ വഴി നിൽക്കുന്നതിന്. പക്ഷെ ഇപ്പൊ അവിടെ പോയ കാണൂല. ഓൻ പറമ്പിലുണ്ട്, അവിടെ മരുന്നടിക്കുന്നത്. ആ നല്ല ദേഷ്യത്തിലാ. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. പൂക്കളോ അതെന്താ ദേഷ്യോ? ആ ചില മരുന്നടിച്ചേരേ അങ്ങനെ ദേഷ്യം ഉണ്ടാവും. തെക്കലെ ഗിരീശല്ലേ, ഉൾട്ട MDMA ഫുള്ള് കച്ചറ വീട്ടില് എപ്പോഴും. ഇങ്ങനെയുള്ള ചെക്കന്മാർക്കൊക്കെ പെണ്ണിട്ടിച്ചു കൊടുത്താല് പെണ്ണിന്റെ ജീവിതം നശിച്ചുള്ളൂ. ശരിയാ, നാടിന്റെ ഒരു അവസ്ഥ. എന്ത് അതാ അപ്പൊ നല്ല തിരിച്ചു പോവാ.